ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എട്ടാമത്തെ പാഠഭാഗത്തിലെ അവസാനത്തെ എക്സസൈസ് 2 ഹോംവർക്ക് തന്നിരുന്നു. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ആ ഹോംവർക്ക് തന്നതോടുകൂടി അത് വൈൻഡപ്പ് ചെയ്യുകയും ചെയ്തു അല്ലേ? അപ്പൊ ആ ഹോംവർക്കിന്റെ ആൻസേഴ്സ് ഡിസ്കസ് ചെയ്തിട്ട് നമ്മൾക്ക് 9ാമത്തെ പാഠഭാഗം തുടങ്ങും. അപ്പൊ എന്തായിരുന്നു എക്സസൈസിൽ ഞാൻ ഏതാണ് ഹോംവർക്ക് തന്നത്? ലാസ്റ്റ് എക്സസൈസിലെ 2ാമത്തെയും 3ാമത്തെയും കണക്കുകളല്ലേ ഹോംവർക്ക് തന്നെ. ചോദ്യം എന്തായിരുന്നു? Of the 4 angles made by 2 lines crossing each other, one angle is a half of another angle. Calculate all 4 angles. എന്താണ് അതിന്റെ അർത്ഥം? 2 വരകള് മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ 2 വര മുറിച്ച് കിടക്കുമ്പോൾ 4 കോൺ ഉണ്ടാവുന്നുണ്ടല്ലോ. ആ 4 കോണുകളിൽ ഒരു കോൺ മറ്റേ കോണിന്റെ പകുതിയാണ്. ഒരു കോൺ എത്രയാണോ അളവുള്ളത് അതിന്റെ പകുതി മെഷറാണ് തൊട്ടപ്പുറത്തുള്ള വേറൊരു കോൺ എങ്കിൽ 4 കോണുകളുടെയും അളവുകൾ കണ്ടെത്തുക. അങ്ങനെ ചെയ്യാനായിട്ട് ചിലപ്പോൾ ചെയ്യാൻ നിങ്ങൾക്ക് ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടാവും, മിക്കവാറും ചെയ്തിട്ടുണ്ടാവില്ല അല്ലെ? അപ്പൊ അതെങ്ങനെയാ ചെയ്യാന്നുള്ളതാണ്. നമ്മൾ എക്സ് വെച്ചിട്ട് കഴിഞ്ഞ ക്ലാസ്സിലെ ചില കണക്കുകൾ 1-2 കണക്കുകൾ ചെയ്തില്ലേ? അപ്പൊ അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യണത്. നമുക്ക് മനക്കണക്കായിട്ട് ചെയ്യാനായിട്ട് സാധിക്കൂട്ടാ. 1ന്റെ പകുതിയാണ് മറ്റത് എങ്കിൽ ഏതൊക്കെയാണ് ആ നമ്പർ വരിക? അതും ഒരു കണ്ടീഷൻ കൂടി ഉണ്ട്. ആ നമ്പറുകൾ തമ്മിൽ കൂട്ടുമ്പോൾ 180 ഡിഗ്രി വരണം. കാരണം ഒരു കോണിന്റെ പകുതി മറ്റൊരു കോൺ എന്ന് പറഞ്ഞാൽ എന്തായാലും എതിർകോണുകളാവില്ല എന്ന് തീർച്ചയാണ് അല്ലെ? എതിർകോണുകളാണെങ്കിൽ എന്താണ് പ്രത്യേകത നമ്മൾ പഠിച്ചിരിക്കുന്നത്? എതിർകോണുകളുടെ അളവുകൾ എപ്പോഴും തുല്യമായിരിക്കും, അല്ലാണ്ട് ഒരു കോണിന്റെ പകുതിയായിട്ടല്ല വരുന്നത്. അപ്പോൾ ഒരു കോണിന്റെ പകുതിയാണ് മറ്റേ കോൺ എന്ന് പറയുമ്പോൾ എന്തായാലും അത് രേഖീയ ജോഡികളുടെ ആയിരിക്കും, അല്ലെങ്കിൽ ലീനിയർ പെയേഴ്സ് ആയിരിക്കും അല്ലെ? അപ്പൊ ഒരു കോണിന്റെ പകുതി മറ്റേ കോൺ എന്ന് പറയുമ്പോൾ പകുതി കാണാനായിട്ട് 2 കൊണ്ട് ഹരിക്കുക, ഇരട്ടി കാണാനായിട്ട് 2 കൊണ്ട് ഗുണിക്കുക എന്നൊക്കെ നമുക്കറിയാം. അപ്പൊ ഒരു കോൺ എക്സ് ആണെന്ന് വിചാരിച്ചാൽ മറ്റേ കോൺ ഇതിന്റെ പകുതി എന്ന് പറഞ്ഞാൽ എക്സ് ഹരിക്കണം 2/2 എന്നല്ലേ എഴുതുക. ഇവ തമ്മിൽ കൂട്ടുമ്പോൾ എന്ത് കിട്ടുക വേണം? 180 ഡിഗ്രി കിട്ടണം. ഇത് 1 വേർഡ് ചോദ്യമാണെങ്കിൽ നിങ്ങൾ നമ്പറുകൾ മാത്രം ആൻസർ ചെയ്താൽ മതി കേട്ടോ. 2 മാർക്കിന്റെ ഒക്കെ ആണെങ്കിലാണ് നമ്മൾ എന്ത് വേണ്ടത്? ഈ പറഞ്ഞതുപോലെ സ്റ്റെപ്പ് എഴുതേണ്ടത്. അപ്പൊ ഒരു കോൺ എക്സ് ആണെങ്കിൽ അതിന്റെ പകുതിയാണ് മറ്റേ കോൺ എന്നുള്ളത് എങ്ങനെയാണ് പറയാ? x/2 എന്നാണ് പറയാ. ഇവ തമ്മിൽ കൂട്ടിയാൽ എന്ത് കിട്ടുക വേണം? 180 ഡിഗ്രി കിട്ടണം. കാരണം എന്താണ്? അവ ലീനിയർ പെയേഴ്സ് ആണ്. അപ്പൊ x+x/2 സമം 180 ഡിഗ്രി. ഇനി ഇതിന്റെ നമുക്ക് നോക്കൂ, ഒരു ഫ്രാക്ഷനും ഒരു സാധാരണയായിട്ടാണ് കിടക്കുന്നത്. അപ്പൊ രണ്ടും വേറെ വേറെ ആയതുകൊണ്ട് LCM അഥവാ എന്ത് പറയണം? LCM കാണണം എന്ന് വെച്ചാൽ ചെറുപൊതുഗുണിതം കാണണം. ചെറുപൊതുഗുണിതം 2 ആണ്. അപ്പൊ 2നെ ഞാൻ ഇതുകൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോ 2x പ്ലസ് ഇതിനെ ഇൻഡ്യൂ ചെയ്യേണ്ട, കാരണം അടിയിൽ 2 ഉണ്ടല്ലോ, +x/2. 2നും ബാധകമാണല്ലോ 2നെ ഇൻഡ്യൂ ചെയ്യുമ്പോ. അപ്പൊ 2x + x/2 സമം 180 ഡിഗ്രി. ഇതും സ്റ്റാർ മാർക്ക് ഇട്ടോളൂ കേട്ടോ, കാരണം പരീക്ഷയ്ക്ക് പഠിക്കുമ്പോൾ ശ്രദ്ധ കൊടുത്ത് പഠിക്കേണ്ട കണക്കാണ്. അപ്പൊ 2x + x/2 സമം 180 ഡിഗ്രി. എങ്ങനെയാ ഇവിടെ 2x കിട്ടിയേ? LCM കണ്ടെത്തണം. കാരണം ഇതിന്റെ അടിയിൽ ഇല്ലാത്തോണ്ട് എക്സിനെ x/1 എന്നല്ലേ ഇതിന്റെ അർത്ഥം. അതിന് മുകളിലും താഴെയും 2 കൊണ്ട് ഇൻഡ്യൂ ചെയ്തു എന്നാണ് അതിന്റെ അർത്ഥം കേട്ടോ. അങ്ങനെയാണ് എനിക്ക് 2x/2 എന്നുള്ളത് കിട്ടും. അതുപോലെ ഇവിടെ ഇൻഡ്യൂ ചെയ്യേണ്ട കാര്യമില്ലാത്തതുകൊണ്ട് x/2. അതിനെ ഞാൻ ഒരുമിച്ച് 2ന്റെയും അടിയിൽ 2 ഉണ്ടല്ലോ, 2 ഉണ്ടല്ലോ, അതിനെ ഒരുമിച്ച് അങ്ങ് എഴുതിയേ ഉള്ളൂ കേട്ടോ. അപ്പോ നമ്മള് 2x + x/2 സമം 180. 2xനെ ഒരു x കൊണ്ട് കൂട്ടുമ്പോൾ 3x കിട്ടും. /2 എന്ന് വെച്ചാൽ എന്താ അർത്ഥം? ഹരിക്കണം 2 എന്നല്ലേ അർത്ഥം. അത് അങ്ങോട്ട് പോകുമ്പോ ഗുണിക്കണം 2 ആയി മാറില്ലേ? ഇവിടത്തെ ബൈ എന്നുള്ളത്, ബൈ എന്ന് വെച്ചാൽ അർത്ഥം എന്താണ്? ഹരിക്കുക, ഡിവൈഡ് ചെയ്യുക എന്നാണ് അർത്ഥം. അതിനെ =ന്റെ അപ്പുറത്തേക്ക് കൊണ്ടുപോകുമ്പോൾ ഗുണിക്കുക എന്നായി മാറും. അപ്പൊ 3x, 2xന്റെ കൂടെ ഒരു x കൂടി കൂട്ടുമ്പോ 3x സമം 180 × 2 360 ഡിഗ്രി എന്ന് കിട്ടും. ഇനി എക്സിന്റെ വിലയാണ് എനിക്ക് കണ്ടെത്തേണ്ടത്. എക്സ് മാത്രം ഇവിടെ നിർത്തിയാൽ ഈ 3 എന്ന് പറയുമ്പോൾ അങ്ങോട്ട് പോകുമ്പോ 3x എന്ന് വെച്ചാൽ എന്താ അർത്ഥം? 3 × x ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ 2xന്റെ ഒരു കണക്ക് വന്നപ്പോ പറഞ്ഞില്ലേ ടീച്ചർ?
2x എന്ന് വെച്ചാൽ 2 ഇൻറ്റു എക്സ് എന്നാണ് അർത്ഥം. അപ്പൊ ഇവിടെ 3x എന്ന് വെച്ചാൽ 3 ഇൻറ്റു എക്സ് ആണ്. ആ 3നെ ഞാൻ അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്. സി ഈക്വൽ ടുന്റെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകുമ്പോൾ ഹരിക്കണം 3 എന്നായി മാറും. ഹരിക്കുമ്പോ എന്ത് കിട്ടി? 120 ഡിഗ്രി. നിങ്ങൾക്ക് ചിലപ്പോൾ ഉത്തരം കിട്ടുന്നുണ്ടാവും. 1ന്റെ ഇരട്ടി മറ്റേത് കൂട്ടുമ്പോൾ 180. അങ്ങനെ ആവുമ്പോൾ മനസ്സിൽ നിങ്ങൾക്ക് വന്നിട്ടുണ്ടാവും 60 120 എന്ന്. വൺ വേർഡ് ക്വസ്റ്റ്യൻ ആണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ആ നമ്പർ എഴുതിയാൽ മതി. അല്ല സ്റ്റെപ്പ് ആയിട്ട് ചോദിക്കുമ്പോൾ നമുക്ക് ഇതുപോലെ വഴി എഴുതിയിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പൊ എക്സിന്റെ വില 120 ആണെങ്കിൽ x/2 എന്നുള്ളതിന്റെ വില എത്രയാ? 120ന്റെ പകുതി 60 ഡിഗ്രി. അപ്പൊ എക്സിന്റെ വിലയും കിട്ടി, x/2ന്റെ വിലയും കിട്ടി. അതായത് എക്സിന്റെ വില നമുക്ക് 120 ഡിഗ്രി എന്ന് കിട്ടി, x/2ന്റെ വില 60 ഡിഗ്രി എന്ന് കിട്ടി. അപ്പൊ 2 കോണിന്റെ അളവേ കണ്ടെത്തിയുള്ളൂ, 4 കോണിന്റെയും കണ്ടെത്താനായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താ ചെയ്യാ? ഇവിടത്തെ അളവ് നമ്മൾ ഈ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ച പോലെ എതിർ കോണുകൾ തുല്യമാണ്, അതുകൊണ്ട് ഇപ്പുറത്തേക്ക് പ്രത്യേകിച്ച് കണ്ടെത്തേണ്ട കാര്യമില്ല. 120 തന്നെയായിരിക്കും ഇവിടെ വരിക. പക്ഷെ നമ്മൾ സ്റ്റെപ്പ് എഴുതുമ്പോ നമ്മൾ എന്ത് എഴുതണം? ബ്രാക്കറ്റില് അതിന്റെ കാരണം എന്താണ് എന്നുള്ളത് നമ്മൾ എഴുതിയെടുക്കണം. അപ്പൊ അത് നോട്ട് ചെയ്ത് എഴുതിയെടുത്തോളൂ. എങ്ങനെയാണ് എന്നുള്ളത് അങ്ങോട്ട് എഴുതിയെടുക്കുക. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കി എടുക്കണം. എക്സ് പ്ലസ് x/2 സമം 180. അതെങ്ങനെ കിട്ടി? ഒരു കോൺ എക്സ് എടുത്താൽ അതിന്റെ പകുതിയാണ് മറ്റേ കോൺ എന്ന് പറഞ്ഞിരിക്കുന്നു. ഏതൊരു സംഖ്യയുടെയും പകുതി കാണാൻ ഞാൻ 2 കൊണ്ട് ഹരിക്കാറാണ് പതിവ്. അപ്പോ ഇതൊരു സംഖ്യയാണെന്ന് വിചാരിച്ചാൽ അതിന്റെ പകുതി 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അർത്ഥം. അപ്പൊ എക്സ് പ്ലസ് x/2 സമം 180 ഡിഗ്രി. ഇനി ഇതിന്റെ LCM കണ്ടെത്തി. ചെറു പൊതുഗുണിതമാണ് നമ്മൾ കണ്ടെത്തുന്നത് അല്ലെ? ആ ചെറു പൊതുഗുണിതം കണ്ടെത്തുമ്പോ ഇവിടെ നമ്മൾ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യണം. മുകളിലും താഴെയും എക്സ് എന്ന് വെച്ചാൽ എന്താ അർത്ഥം? x/1 എന്നല്ലേ അതിന്റെ മീനിങ്. അപ്പൊ ആ മുകളിലും താഴെയും 2 കൊണ്ട് ഇൻറ്റു ചെയ്യുമ്പോ ഇവിടെ x ഇൻറ്റു 2 എന്ന് വരും, ഇവിടെ 1 ഇൻറ്റു 2 എന്നും വരും അല്ലെ? അപ്പൊ x ഇൻറ്റു 2 എന്ന് പറയുന്നത് എന്താണ്? 2x ആണ്. അതിനോട് കൂടി 2x പ്ലസ് ഇവിടത്തെ എക്സും കൂടി കൂട്ടി ഒരുമിച്ച് ഞാൻ അടിയിൽ 2 ഇട്ടൂന്നേ ഉള്ളൂ കേട്ടാ. അപ്പൊ ആ സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കി പഠിക്കണം കേട്ടോ. ഈ എക്സ് ഉപയോഗിച്ചിട്ടുള്ള സ്റ്റെപ്പ് നന്നായിട്ട് മനസ്സിലാക്കി എടുക്കണം. ഓക്കെ, ഇനി മൂന്നാമത്തെ ഹോംവർക്ക് നമുക്കൊന്ന് നോക്കാം. എന്താണ് ചോദ്യം? Of the 4 angles formed by 2 lines crossing each other, the sum of 2 angles is 100 degree. Calculate all 4 angles. എന്താണ് ചോദ്യത്തിന്റെ അർത്ഥം? 2 വരകൾ മുറിച്ച് കടക്കുമ്പോൾ ഉണ്ടാകുന്ന 4 കോണുകളിൽ 2 കോണുകളുടെ തുക 100 ഡിഗ്രി ആണ്. 4 കോണുകളും കണ്ടെത്തുക. എന്താണ് ഇത്? മാറ്റോട്ടെ, ബോർഡിലത്തെ മാറ്റും കേട്ടോ. എഴുതിയെടുത്ത് കഴിഞ്ഞല്ലോ. അപ്പൊ മൂന്നാമത്തെ കണക്ക് നമ്മൾ എങ്ങനെയാണ് ചെയ്യുക? ഇതില് മൂന്നാമത്തെ കണക്ക് എങ്ങനെ ചെയ്യും? ഒരു വരയെ വേറൊരു വര മുറിച്ച് കിടക്കുകയാണ്. അപ്പോഴും നമുക്ക് 4 കോണുകൾ ഉണ്ടാവുന്നുണ്ട്. ABCDO എന്നാണ് വരുന്നത്. അതിലെ 2 കോണുകളുടെ തുക 50 ഡിഗ്രി എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഏതൊക്കെ കോണുകളാണ് ആയിരിക്കുക? 2 കോണുകൾ, ഇവിടെ 4 കോണുകൾ ഉണ്ട്. ഈ 4 കോണുകളിൽ ഏതോ 2 കോണുകൾ കൂട്ടിയപ്പോൾ 50 ഡിഗ്രിയാണ് കിട്ടുന്നത്. അത് ഏത് കോണുകളാണ് എടുക്കുക? അടുത്തടുത്തുള്ള കോണുകൾ എടുക്കാൻ സാധിക്കുമോ എന്നാണ് എന്റെ ചോദ്യം. പറ്റുമോ? പറ്റില്ല. കാരണം എന്താ? അവയുടെ തുക എപ്പോഴും എത്രയായിരിക്കണം? 180 ഡിഗ്രി ആവാൻ പാടുള്ളൂ. കാരണം എന്താ? അടുത്തടുത്തുള്ള കോണുകൾ എന്ന് പറഞ്ഞാൽ അത് ലീനിയർ പെയേഴ്സ് അഥവാ രേഖീയ ജോഡികളാണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ് വരിക. അപ്പൊ എന്തായാലും ഈ അടുത്തടുത്തുള്ള കോണുകൾ ആവില്ല, ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും എന്തായാലും ഇതിലെടുക്കാൻ പറ്റുള്ളൂ. അതേ ഒരു ചാൻസ് ഉള്ളൂ. മനസ്സിലാവുണ്ടോ? അപ്പോ ഇവയുടെ തുക 100 ഡിഗ്രി ആണ് എന്നുണ്ടെങ്കിൽ ഇവയുടെ ഓരോന്നിന്റെയും അളവ് എത്രയായിരിക്കും? ഇതൊക്കെ നമ്മൾ പഠിച്ച സ്റ്റേറ്റ്മെന്റുമായിട്ട് അടിസ്ഥാനപ്പെടുത്തിയിട്ട് നമുക്ക് ആലോചിച്ച് ചെയ്യേണ്ട കാര്യമാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ രണ്ടിന്റെയും തുക എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾ ആണ് തന്നിരിക്കുന്നത്, അവയുടെ തുകയാണ് 100 ഡിഗ്രി തന്നിരിക്കുന്നത് എന്ന് പറയാൻ കാരണം ഇവിടെ അതേ ചാൻസ് ഉള്ളൂ. കാരണം അടുത്തടുത്തുള്ള കോണുകൾ കൂട്ടിയാൽ 100 ഡിഗ്രി അല്ല കിട്ടേണ്ടത്. എത്രയെ കിട്ടാൻ പാടുള്ളൂ? 180 ഡിഗ്രിയെ കിട്ടാൻ പാടുള്ളൂ അല്ലെ?
അടുത്തടുത്തുള്ള കോണുകളാണെങ്കിൽ അവ ലീനിയർ പെയേഴ്സ് ആണ്. ലീനിയർ പെയറുകളുടെ തുക എപ്പോഴും 180 ഡിഗ്രിയാണ് ആവാൻ പാടുള്ളൂ. അപ്പോൾ ഇവിടെ ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും തന്നിട്ടുണ്ടാവുക. അവയുടെ തുകയാണ് 100 ഡിഗ്രി എങ്കിൽ ഓരോന്നും എത്ര വീതമായിരിക്കും? എത്രയായിരിക്കുക? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ ഒരു പ്രത്യേകതയും കൂടി നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾസിന്റെ പ്രത്യേകത എന്താണ്? അവയുടെ മെഷേഴ്സ് തുല്യമായിരിക്കും. അപ്പൊ ഇവയുടെ തുക 100 ഡിഗ്രി ആണെങ്കിൽ ഓരോന്നും എത്ര വീതമായിരിക്കും? 50 ഡിഗ്രി വീതം തന്നെ ആയിരിക്കണം. കാരണം തുല്യമാവണം ഓപ്പോസിറ്റ് ആംഗിൾസ്. അവയുടെ തുക 100 ഡിഗ്രി ആണെങ്കിൽ ഓരോന്നും 50 ഡിഗ്രിയെ ആവാൻ പാടുള്ളൂ. അതേ സാധ്യതയുള്ളൂ അല്ലെ? ഒരെണ്ണം കൂടുതലും ഒരെണ്ണം കുറവായിട്ട് നമുക്ക് കൊടുക്കാൻ പാടുണ്ടോ? ഇല്ല. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യമാണ് എന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഈ ലെസണിൽ ആകെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പ്രധാനമായിട്ട് പഠിച്ചിട്ടുള്ളൂ. എന്താണ്? ദ സം ഓഫ് ലീനിയർ പെയർ ആംഗിൾസ് ഈസ് 180 ഡിഗ്രി അല്ലേ? എന്താണ്? രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. പിന്നെ ഒരു കണ്ണം കൂടി പഠിച്ചിട്ടുണ്ട്. എന്താണ്? ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യമാണ്. ഇങ്ങനെ രണ്ട് സ്റ്റേറ്റ്മെന്റ് പഠിച്ചിട്ടുള്ളൂ. അത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇതിലെ കണക്കുകളെല്ലാം ചെയ്തു പോയത്. അപ്പൊ അത് മനസ്സിലാക്കി ചെയ്താൽ നമുക്ക് ഇത് 50 ഡിഗ്രി ആണ് എന്ന് മനസ്സിലാക്കാം. അതിൽ നിന്ന് ഇവിടത്തെ ആംഗിളും ബി ആംഗിളും ഇത് കണ്ടെത്തിയാൽ ഇതിന്റെ ഓപ്പോസിറ്റ് അല്ലേ ഇത്? അപ്പൊ ഇത് എത്രയാണോ അതുപോലെ തന്നെ ഇത് കിട്ടില്ലേ? കിട്ടും. അപ്പൊ എങ്ങനെയാണ് നമ്മൾ എഴുതാൻ പോണത്? ആംഗിൾ ബി ഒ സി എഴുതിയെടുത്തോളൂ കേട്ടോ. ആംഗിൾ ബി ഒ സി പ്ലസ് angle AOD is equal to 100 degree. Angle BOC is equal to angle AOD is equal to 100. പകുതി എടുക്കണം എന്നാലല്ലേ തുല്യമായിട്ട് കിട്ടുള്ളൂ. 50 ഡിഗ്രി. എന്താ കാരണം എഴുതാനുള്ളത്? കാരണം എതിർ കോണുകൾ തുല്യം എന്ന് മലയാളം എഴുതാൻ എഴുതണം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യം എന്ന് എഴുതണം കേട്ടോ മലയാളം മീഡിയക്കാര്. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അത് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഈ കോൺ കണ്ടെത്തണം. ആംഗിൾ AOC is equal to 180 degree minus 50 degree. That is equal to 130 degree. എന്താ കാരണം? ലീനിയർ പെയർ ആംഗിൾസ് സം ഈസ് 180 degree. ലീനിയർ പെയർ ഇതിനൊക്കെ കാരണം എഴുതണം. ആംഗിൾസ് സം ഈസ് 180 ഡിഗ്രി. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. രേഖീയ ജോഡിയിലെ കോണുകളുടെ തുക 180 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ ആംഗിൾ BOD ഇത് 130 ഡിഗ്രി എന്ന് കിട്ടിയാൽ ഇതും 130 ഡിഗ്രിയാണ്. കാരണം BOD 130 ഡിഗ്രി. എന്താ കാരണം? കാരണം ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അത് തന്നെയല്ലേ കാരണം? എതിർ കോണുകൾ തുല്യം. ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. എതിർ കോണുകൾ തുല്യം. ഇതാണ് നമ്മളുടെ. ഇതും നമ്മളൊന്ന് സ്റ്റാർ മാർക്ക് ഇട്ടോളൂ. കുറച്ച് ട്വിസ്റ്റ് ചെയ്ത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആയതുകൊണ്ടാണ് ടീച്ചർ ഇത് പറയുന്നത്. അത് എഴുതിയെടുത്തോളൂ. അപ്പൊ ഈ ലെസണിൽ പ്രധാനമായിട്ടും നമ്മൾ പഠിക്കുന്നത് ഒരു വരയെ വേറൊരു വര കൂട്ടിമുട്ടുമ്പോൾ ഉണ്ടാകുന്ന കോണുകളുടെ തുക. രണ്ട് കോണുകൾ ഉണ്ടാവുന്നു. മുറിച്ചു കിടക്കുമ്പോഴെല്ലാം കൂട്ടിമുട്ടുമ്പോൾ അങ്ങനെ രണ്ട് കോണുകളാണുള്ളത് എങ്കിൽ എത്ര കോണുകൾ ഉണ്ടായിക്കോട്ടെ അവയുടെ തുക എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. അത് ഉപയോഗിച്ചിട്ടുള്ള കുറച്ച് കണക്കുകൾ നമ്മൾ ചെയ്തു അല്ലെ? അതുപോലെ പിന്നെ ചെയ്തത് ഒരു വരയെ വേറൊരു വര മുറിച്ച് കിടക്കുമ്പോൾ 4 കോണുകൾ ഉണ്ടാകുന്നു. അവയിൽ അടുത്തടുത്തുള്ള കോണുകളെ പറയുന്ന പേര് ലീനിയർ പെയേഴ്സ് അഥവാ രേഖീയ ജോഡികൾ. അവയുടെ പ്രത്യേകത എന്താണ്? ആ ലീനിയർ പെയർ ആംഗിൾസിന്റെ സം എപ്പോഴും 180 ഡിഗ്രി ആയിരിക്കും. പിന്നെ ഒരു കാര്യം കൂടി പഠിച്ചു. എന്ത്? ഒരു വരയെ വേറൊരു വര മുറിച്ച് കിടക്കുമ്പോൾ ഉണ്ടാകുന്ന എതിർ കോണുകൾ ഓപ്പോസിറ്റ് ആംഗിൾസ് ആർ ഈക്വൽ. അങ്ങനെ വളരെ ചെറിയ ലെസൺ ആണ്, എളുപ്പമുള്ള ലെസൺ ആണ്. ഈ പറഞ്ഞിട്ടുള്ള ലീനിയർ പെയറിന്റെയും ഓപ്പോസിറ്റ് ആംഗിൾസിന്റെയും സ്പെഷ്യാലിറ്റി മനസ്സിലാക്കിയാൽ നമുക്ക്
ഈ ലെസന്റെ എല്ലാ പ്രോബ്ലംസും ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ പ്രധാനമായിട്ടും സ്ട്രെസ് ചെയ്ത് നമ്മൾ റിപ്പീറ്റ് ചെയ്ത് ക്ലാസ് കാണുകയും അല്ലെങ്കിൽ എഴുതി പഠിക്കുകയും ചെയ്യേണ്ടത് ലാസ്റ്റ് എക്സസൈസിൽ നമ്മൾ എക്സ് വെച്ചിട്ടൊക്കെ കുറച്ച് ചെയ്തില്ലേ, അതാണ് ഒന്ന് ശ്രദ്ധിച്ച് നിങ്ങൾ പഠിക്കേണ്ടത് കേട്ടോ. അപ്പൊ ഈ ലെസൺ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്തു. ഇനി നമ്മൾ അടുത്ത ലെസൺ ഇന്ന് തുടങ്ങുകയാണ്, ഹൗ മച്ച് ഓഫ് 100. അപ്പൊ ഇത് മാച്ചോട്ടെ, ബോർഡിലുള്ളത് എഴുതി കഴിഞ്ഞിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. നന്നായിട്ട് പഠിക്കുക, റിപ്പീറ്റ് ചെയ്തിട്ട് ക്ലാസ് കാണുക, അന്നന്ന് എടുക്കുന്നത് എഴുതി പഠിക്കുക. കാരണം നമുക്ക് ക്ലാസ് കാണുമ്പോൾ എളുപ്പമാണ് എന്ന് തോന്നും, പക്ഷെ ചെയ്തു നോക്കുമ്പോൾ കിട്ടില്ല. വായിച്ചു പഠിക്കുകയല്ല വേണ്ടത്, അതുകൊണ്ട് എഴുതി തന്നെ പഠിക്കണം. ബോർഡിൽ എഴുതി കഴിഞ്ഞിട്ടുണ്ടാവുമല്ലോ, മാച്ചോട്ടെ. അപ്പൊ പുതിയ ലെസന്റെ പേര് എഴുതിക്കോളൂ, യൂണിറ്റ് 9, ലെസൺ 9, ഹൗ മച്ച് ഓഫ് 100, 100ൽ എത്ര. അപ്പൊ ടെക്സ്റ്റ് ബുക്ക് ഓപ്പൺ ചെയ്ത് വെച്ചോളൂ, ആ ലെസന്റെ ആ ഭാഗം ഓപ്പൺ ചെയ്ത് വെക്കുക കേട്ടോ, തുറന്നു വെക്കുക. Okay. Yes. How much of 100 അഥവാ 100ൽ എത്ര എന്നുള്ളത് അടിസ്ഥാനമായിട്ട് നമ്മൾ ചെറിയൊരു ഷോർട്ട് ഫോമിൽ പറയുകയാണെങ്കിൽ ഇത് പെർസെൻറ്റേജ്, ശതമാനം എന്നതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ള പാഠഭാഗമാണ് ഈ 9ാമത്തെ പാഠം. അതായത് പെർസെൻറ്റേജ് എന്നൊക്കെ നിങ്ങൾ വലിയ ചേട്ടന്മാരൊക്കെ പറഞ്ഞത് കേട്ടിട്ടുണ്ടാവും, എനിക്ക് ഇത്ര പെർസെൻറ്റേജ് മാർക്ക് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ SSLC പരീക്ഷ കഴിഞ്ഞാൽ നമ്മുടെ സ്കൂളിന് ഇത്ര ശതമാനം അഥവാ ഇത്ര പെർസെൻറ്റേജ് ആണ് പാസ് ഉള്ളത്, A+ കിട്ടിയത് ഇത്ര ശതമാനമാണ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. പക്ഷെ അത് എങ്ങനെയാ ചെയ്യുക, ഏത് രീതിയിലാണ് കണ്ടെത്തുക എന്നുള്ളതിനൊന്നും വലിയ ധാരണ ഉണ്ടാവില്ല. ഈ ലെസൺ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് കൃത്യമായിട്ട് നമ്മുടെ മാർക്ക് എത്ര ശതമാനമാണ്, അല്ലെങ്കിൽ ആകെയുള്ളതിന്റെ എത്ര ശതമാനമാണ് നമ്മളുടെ ക്ലാസ്സിലെ കുട്ടികളുടെ മാർക്ക് എന്നുള്ളതൊക്കെ നമുക്ക് കണക്കാക്കാനായിട്ട് സാധിക്കും. അതിനെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ് ഈ ലെസൺ. അതിന് പ്രധാനമായിട്ടും നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ളതിന് ഒരു സിമ്പിൾ യൂസ് ചെയ്യുന്നു. ആ സിമ്പിൾ എന്താണെന്നറിയോ, ഇങ്ങനെയാണ് നമ്മൾ പെർസെൻറ്റേജ് മാർക്ക് ചെയ്യുക. അതായത് ഒരു സൈഡ് വര വരച്ച് മുകളിലും താഴെയും ചെറിയ സീറോസ്, നമ്മൾ ഡിഗ്രി അളവൊക്കെ എഴുതില്ലേ, അതേപോലെ ചെറിയ സീറോസുകളാണ് നമ്മൾ ഇവിടെ ഇടുന്നത്, മുകളിലും താഴെയും നമ്മൾ ചെയ്യുന്നത്. ഇതാണ് പെർസെൻറ്റേജ് എന്ന് അടിസ്ഥാനമാക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്ര പെർസെൻറ്റേജ്, 25% അല്ലെങ്കിൽ 5% എന്ന് പറയാൻ നമ്മൾ എഴുതുന്നത് എങ്ങനെയാ, 5 എന്നുള്ള നമ്പർ എഴുതി പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ സിമ്പിള് നമ്മൾ എഴുതുക. പെർസെൻറ്റേജ് എഴുതേണ്ടത് നോക്കൂ, ഒരു വര ചെരിച്ചിട്ട് മുകളിലും താഴെയും 2 സീറോസ്, അത് വായിക്കുന്നത് എന്താണ്, പെർസെൻറ്റേജ്, PERCENTAGE. പെർസെന്റ് മീൻസ് പെർ എന്നുള്ളതിന്റെ പെർസെൻറ്റേജ്, പെർസെൻറ്റേജ് എന്നുള്ളതാണ്. 6 പ്രൊനൗൺസ് ചെയ്യില്ല, പെർസെൻറ്റേജ് എന്നേ പറയുള്ളൂ, എന്നുള്ളതേ വായിക്കുള്ളൂ, നമ്മൾ പ്രൊനൗൺസ് ചെയ്യില്ല. അപ്പൊ പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ പെർ എന്നുള്ളതിന്റെ അർത്ഥം, ഈ പെർ എന്നുള്ളതിന്റെ അർത്ഥം ഈച്ച്, ഇതിന്റെ മാത്രം അർത്ഥം പറയുകയാണെങ്കിൽ ഈച്ച് എന്നാണ് നമ്മൾ അർത്ഥം പറയുന്നത്. അതുപോലെ സെന്റ് എന്നുള്ളതിന്റെ അർത്ഥം, സെന്റ് എന്നുള്ളതിന്റെ അർത്ഥം ശരിക്കും 100. സെന്റ് എന്നുള്ളതിന് സെന്റേജ് എന്നല്ല, സെന്റ് എന്നുള്ളതിന്റെ അർത്ഥം 100, അതായത് ഔട്ട് ഓഫ് 100 എന്നാണ് ഈ പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ മീനിങ് പറയുന്നത്. ഔട്ട് ഓഫ് 100 എന്നുള്ളതാണ്, അതായത് ശതമാനം എന്നുള്ളത് 100ൽ എത്ര എന്നുള്ളത് കണക്കാക്കാനാണ് നമ്മൾ ശതമാനം എന്നുള്ള വാക്ക് നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പൊ പെർസെൻറ്റേജ് എന്നുള്ളതിന്റെ ഇപ്പൊ 5% എന്നുള്ളതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കി എഴുതുമ്പോൾ 100ൽ എത്ര എന്നുള്ളതാണ് എപ്പോഴും നമ്മൾ എഴുതുക, അതിനെയാണ് പെർസെൻറ്റേജ് എന്ന് ഉദ്ദേശിക്കുന്നത്. അപ്പൊ 100ൽ എത്ര എന്നുള്ളതിന് നമ്മൾ എപ്പോഴും പെർസെൻറ്റേജ് തരുമ്പോൾ ഡിനോമിനേറ്റർ എപ്പോഴും 100 ആയിരിക്കും, ന്യൂമറേറ്റർ തന്നിരിക്കുന്ന സംഖ്യ എത്രയാണോ അതാണ് നമ്മൾ എഴുതുക. നമുക്ക് ഇനി പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യണമെങ്കിൽ ഈ 5% എന്നുള്ളതിന്റെ മീനിങ് അഥവാ ഫ്രാക്ഷൻ രൂപം എന്ന് പറയുന്നത് 100ൽ 5.
അതായത് ഏത് സംഖ്യ തന്നാൽ അതിന്റെ പെർസെൻറ്റേജ് തരികയാണെങ്കിൽ 100-ൽ ഇത്ര, ഔട്ട് ഓഫ് 100 എത്ര എന്നുള്ളതാണ് നമ്മൾ പെർസെൻറ്റേജ് എന്നുള്ളത് കാണുന്നത്. നമ്മളിപ്പോ മാർക്ക് ഇത്ര പെർസെൻറ്റേജ് കാണണമെങ്കിൽ മാർക്കും നമ്മൾ എന്ത് ചെയ്യും, 100-ലേക്ക് ആക്കിയിട്ടാണ് നമ്മൾ പെർസെൻറ്റേജ് പറയുക. വിജയ ശതമാനം ഇതുപോലെ 100-ലേക്ക്, 100 എന്ന് പറഞ്ഞാൽ ടോട്ടൽ മൊത്തം എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് ഇപ്പൊ SSLC പാസ് പെർസെൻറ്റേജ് എത്രയാണ്, CNN പാസ് പെർസെൻറ്റേജ് എത്രയാണെന്ന് ചോദിച്ചാൽ 100% ഉണ്ട് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം, മുഴുവൻ കുട്ടികളും ജയിച്ചിരിക്കുന്നു. അതായത് 100 എന്ന് പറഞ്ഞാൽ മൊത്തം, അതാണ് മീൻ ചെയ്യണത് കേട്ടോ. അപ്പൊ 100-ൽ 5 എന്നുള്ളതാണ് 5% എന്നുള്ളതിന്റെ ഫ്രാക്ഷൻ ഫോം അഥവാ ഭിന്ന രൂപം എന്ന് പറയുന്നത്. ഇത് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത്. അപ്പൊ പെർസെൻറ്റേജ് സിമ്പിൾ ആയിട്ട് യൂസ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായല്ലോ ഇല്ലേ? അപ്പൊ നമ്മൾ നേരിട്ട് കണക്കിലേക്ക് കിടക്കാം. പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇൻട്രൊഡക്ഷൻ ഇത്രയേ ഉള്ളൂ. 100-ൽ എത്ര ശതമാനം, ശതമാനം എന്നാണ് മലയാളത്തിൽ നമ്മൾ പറയുക. അതായത് നമ്മളുടെ മാർക്കിന്റെയോ സ്കൂളിന്റെയോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പഠിപ്പിന്റെയോ എന്തും നമ്മൾ ശതമാന രൂപത്തിൽ പറയുമ്പോൾ 100-ൽ ഇത്ര എന്നുള്ള രീതിയിലാണ് പറയുന്നത്. 100 എന്ന് പറയുന്നത് മുഴുവൻ, മൊത്തമുള്ളത് എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത് കേട്ടോ. ഇവിടെ നോക്കൂ പേജ് അടുത്തത് ഹൗ മച്ച് ഓഫ് 100-ന്റെ നെക്സ്റ്റ് പേജ് എടുക്കുക. 136 ആണ് എൻ്റെ കയ്യില്. നിങ്ങളുടെ എത്രയാണ് അറിയില്ല. അതിന്റെ ഹെഡിങ് ലോൺസ്, ലോൺസ് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. അതായത് പണമിടപാട്. കണ്ടില്ലേ? അതിൽ നോക്കൂ ആദ്യത്തെ ക്വസ്റ്റ്യൻ. A cooperative bank offers agricultural loans. It must be paid back in 1 year, and for every 100 rupees, 12 rupees more should be given. See the amounts of loans some people have taken out. എന്താ പറയുന്നത്? ഒരു കോപ്പറേറ്റീവ് ബാങ്കിൽ നിന്ന് കുറച്ച് ആൾക്കാര് അഗ്രികൾച്ചറൽ ലോൺ എന്ന് വെച്ചാൽ എന്താ അർത്ഥം, കാർഷിക വായ്പ എടുത്തിട്ടുണ്ട്. അതിന്റെ ലിസ്റ്റാണ് താഴെ ടേബിളിൽ തന്നിരിക്കുന്നത്. ഓരോരുത്തരുടെയും പേര് സാബു, സുമ, രാജി, ഗോകുൽ, നബീൽ എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് പേര് തന്നിട്ടില്ലേ. അവര് കാർഷിക വായ്പയായിട്ട് അതിന്റെ നേരെ ഇത്ര രൂപ എടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് തന്നിരിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മൾ വായ്പ എടുക്കുമ്പോൾ ഇൻട്രസ്റ്റ് ഉണ്ടാവും അല്ലെ? വായ്പ എടുക്കുമ്പോൾ എന്തുണ്ടാവും, നമുക്ക് ഇൻട്രസ്റ്റ് തിരിച്ചടയ്ക്കണം. അതായത് അതിൽ നിന്ന് അധികം കൊടുക്കണം. ഇൻട്രസ്റ്റ് കൊടുക്കുക എന്ന് പറഞ്ഞാൽ നമുക്ക് പലിശ ഈടാക്കും. ബാങ്കിൽ നിന്ന് കട എടുക്കുമ്പോൾ നമുക്ക് പലിശ ഉണ്ടാവും എന്നുള്ളതൊക്കെ അറിയാലോ. അപ്പൊ നമ്മൾ ഇത്ര രൂപയ്ക്ക് ഇത്ര പലിശ, ഇത്ര വർഷത്തേക്ക് ഇത്ര പലിശ എന്നുള്ള രീതിയിൽ ഓരോ ബാങ്കുകാരും അത് ഈടാക്കുന്നുണ്ട്. അപ്പൊ ഇവിടെ ഓരോ 100 രൂപയ്ക്കും 12 രൂപ വെച്ചാണ് ആ ബാങ്ക് പലിശ ഈടാക്കുന്നത്. 100 രൂപയ്ക്ക് 12 രൂപ വെച്ച്. അങ്ങനെ ഓരോരുത്തരും എടുത്ത രൂപയാണ് നേരെ തന്നിരിക്കുന്നത്. അപ്പോ സാബു 4000 രൂപ എടുത്തു. അപ്പൊ അയാൾ എത്ര രൂപയാ തിരിച്ചടക്കണ്ടേ എന്നുള്ളതാണ് ചോദ്യം. 100 രൂപയ്ക്ക് 12 ആണ്. അപ്പൊ 4000-ൽ എത്ര 100 ഉണ്ട് എന്നുള്ളത് എങ്ങനെയാ കാണുക? 4000-നെ 100 കൊണ്ട് ഹരിച്ചാ പോരെ? അതിൽ ആ സംഖ്യനെ 12 കൊണ്ട് ഇൻഡു ചെയ്താൽ അതായിരിക്കില്ലേ അയാൾക്ക് കിട്ടുന്ന പലിശ. മനസ്സിലായില്ല? അതായത് 400 രൂപയാണ് ഞാൻ കടമെടുത്തതെന്ന് വിചാരിക്കും. 100 രൂപയ്ക്ക് 12 രൂപയാണ് പലിശ. അപ്പൊ പലിശ അടക്കാണ് നമ്മൾ തിരിച്ചടക്കേണ്ടത് അല്ലേ? അല്ലാണ്ട് പലിശ മാത്രം കൊണ്ടടച്ചാൽ അവര് സമ്മതിക്കുവോ? ഇല്ല. നമ്മൾ കടമെടുത്ത ഈ 4000 അല്ലെങ്കിൽ 400 രൂപയും അതിന്റെ കൂടെ ഈ പലിശ എത്രയാണോ, ഇൻട്രസ്റ്റ് എത്രയാണോ വരുന്നത് അതും കൂടി കൂട്ടിയിട്ടല്ലേ നമുക്ക് അടക്കേണ്ടി വരിക. അപ്പൊ ഇവിടെ സാബു 4000 രൂപയാണ് പലിശ എടുത്തത് എങ്കിൽ 4000-ൽ എത്ര 100 ഉണ്ട് എന്ന് കാണിക്കാനായിട്ട് 4000-നെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അത്രയും 100കളാണ് 4000-ൽ ഉള്ളത്. നിങ്ങൾക്ക് സ്വതവേ അറിയാം എത്ര 100കളാണ് 4000-ൽ ഉള്ളത്. 40 100കളാണ് നമുക്ക് 4000-ൽ ഉള്ളത്. അതുപോലത്തെ പൂജ്യങ്ങൾ വരുമ്പോൾ നമുക്ക് കാണാൻ എളുപ്പം. അപ്പൊ അടുത്ത സംഖ്യ ഒന്ന് നോക്കൂ. 5500, പിന്നെ 1550, അങ്ങനെയൊക്കെയുള്ള നമ്പറുകളാണ് വരണേ. അപ്പൊ അത്രയും നമുക്ക് കണ്ടെത്താനായിട്ട് ബുദ്ധിമുട്ടുള്ളതുകൊണ്ട് നമുക്ക് ഏത് സംഖ്യയിലും എത്ര 100 ഉണ്ട് എന്നുള്ളത് കാണാനായിട്ട് ആ സംഖ്യനെ 100 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പൊ അത്രയും 100കളുടെയും ഓരോ 100നും 12 രൂപ വെച്ചാണ് പലിശ വരുന്നത് അല്ലേ വരണേ? 4000-ൽ എത്ര 100കൾ ഉണ്ടോ ആ സംഖ്യനെ 12 കൊണ്ട് ഇൻഡു ചെയ്തതാണ് അയാൾക്ക്, അല്ലാണ്ട് സാബുവിന് കിട്ടുന്ന ഇൻട്രസ്റ്റ്, സാബുവിന് വരുന്ന ഇൻട്രസ്റ്റ് വരുന്നത്. അതായത് എത്രയാ വരിക?
പൂജ്യങ്ങൾ നമുക്ക് വെട്ടിക്കളയാം. അപ്പൊ എത്രയേ ബാക്കിയുള്ളൂ? 40 × 12 എത്രയാ തന്നെ? 480 രൂപയാണ് സാബുവിന് പലിശ വന്നത്. മനസ്സിലാവുണ്ടോ? അപ്പൊ ഓരോ 100 രൂപയ്ക്കും 12 രൂപ വെച്ചാണ് പലിശ കൊടുക്കേണ്ടത്. സാബു എന്ന് പറയുന്ന ആള് 4000 രൂപ എടുത്തു. അപ്പൊ 4000-ൽ എത്ര 100 ഉണ്ടോ ആ സംഖ്യ 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്താൽ അത്രയും അയാൾക്ക് പലിശയായിട്ട് കൊടുക്കണം. അപ്പൊ അത് എത്രയാണുള്ളത്? 480 രൂപയാണോ അയാൾ മൊത്തം അടയ്ക്കേണ്ടതുള്ളൂ? അല്ല, ഇത് പലിശയാണ് വരുന്നത്. അപ്പൊ നമ്മൾ എടുത്ത കടത്തിൽ നിന്ന് ഈ പലിശയും കൂടി കൂട്ടിയിട്ടാണ് എന്താ അയാള് സാബു തിരിച്ചടയ്ക്കേണ്ടത് ബാങ്കിലേക്ക്. അപ്പൊ മൊത്തം എത്ര അടയ്ക്കണം? 4480 രൂപ നമ്മൾ അടയ്ക്കണം തിരിച്ച്, കേട്ടോ. അപ്പോ ഇവിടെ സാബു എന്ന് പറഞ്ഞ ആളുടെ മാത്രമേ ടീച്ചർ ഒന്നും ചെയ്തുള്ളൂ. സാബു 4000 രൂപയാണ് എടുത്തത്. ആ 4000-ൽ എത്ര 100കൾ ഉണ്ട് അതിനെ 12 കൊണ്ട് ഇൻഡ്യൂ ചെയ്തപ്പോൾ അയാള് അടയ്ക്കേണ്ട പലിശ എത്രയാണ്, ഇൻട്രസ്റ്റ് എത്രയാണെന്നുള്ളത് കിട്ടി. ഇനി നമുക്ക് അറിയേണ്ടത് മൊത്തം എത്ര അയാൾ അടയ്ക്കണം. ഒരു വർഷമാണ്. ആ ഒരു വർഷം കഴിഞ്ഞാൽ മൊത്തം എത്ര രൂപയാണ് അയാൾ അടയ്ക്കേണ്ടത് എന്ന് കാണാൻ നമ്മൾ എത്ര രൂപയാണോ കടമെടുത്തത് അതിന്റെ കൂടെ ഒരു വർഷത്തെ പലിശ അത് എത്രയാണെന്ന് നമുക്ക് കിട്ടി? 480 രൂപയാണെന്ന് കിട്ടി. ആ പലിശയും കൂടി കൂട്ടിയിട്ടാണ് നമ്മൾ ഒരു വർഷം കഴിയുമ്പോൾ തിരിച്ചടക്കേണ്ടത്. ആദ്യം കേൾക്കുമ്പോൾ ദേഷ്യം വരുന്നുണ്ടാവും, ഒന്നും മനസ്സിലാവണില്ലല്ലോ ടീച്ചർ എന്തൊക്കെയാ പറയണേ. ചെയ്ത് വരുമ്പോൾ എളുപ്പം, ആദ്യം ഇതുകൊണ്ടാണ് ബുദ്ധിമുട്ട്. അപ്പൊ സാബു എന്നുള്ള ആൾക്ക് എത്ര അടക്കേണ്ടി വന്നു? 4480 രൂപ അടക്കേണ്ടി വന്നു. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? ലെസന്റെ പേര് എഴുതിയിട്ട് ഈ ലോൺസ് എന്നുള്ള ഹെഡിങ് എഴുതിയിട്ട് ഈ ചോദ്യം എഴുതണം നോട്ടിലേക്ക്. എന്നിട്ട് ആ ബോക്സ് വരയ്ക്കണം. എവിടെ വരെയാ ചോദ്യം എഴുതണ്ടേന്ന് അറിയോ ഇംഗ്ലീഷ് മീഡിയംകാര്? ബോക്സ് കഴിഞ്ഞിട്ട് കാൽക്കുലേറ്റ് ഹൗ മച്ച് ഈച്ച് ഷുഡ് പേ ബാക്ക്. ആ ബോക്സ് കഴിഞ്ഞിട്ട് ഒരു ക്വസ്റ്റ്യൻ കാണുന്നില്ലേ, അതുവരെ എഴുതണം. മലയാളം മീഡിയംകാരാണെങ്കിൽ എന്ത്? പണമിടപാട് എന്നുള്ള സൈഡ് ഹെഡിങ് എഴുതി ആ ചോദ്യവും ആ ചിലർ ഈ ബാങ്കിൽ നിന്ന് കടമെടുത്ത തുക നോക്കൂ എന്ന് പറഞ്ഞ് ആ ടേബിൾ എഴുതി അതിന്റെ അടിയിൽ ഒരു സെന്റൻസ് ഉണ്ട്. എന്ത്? ഓരോരുത്തരും തിരിച്ചടക്കേണ്ട തുക എത്രയാണെന്ന് കണക്കാക്കുക. അപ്പൊ എത്രയാണ് എന്ന് കണക്കാക്കാനായിട്ട് ഇതേപോലെ നമ്മൾ ഓരോരുത്തരുടെയും പേര് എഴുതിയിട്ട് അങ്ങനെ എഴുതുകയാണ് ചെയ്യണം. സുമയുടെ ആണ് ഇനി എഴുതാൻ പോണം. അപ്പൊ ആൻസർ എഴുതിക്കോളൂ കേട്ടോ, ഒന്നാമത്തെ ചോദ്യത്തിന്റെ ആൻസർ. അപ്പൊ ചോദ്യം എഴുതാനുള്ള സ്ഥലം വിട്ടോളൂ. ഇത്രയും ചോദ്യം എഴുതാനുണ്ട്, അപ്പൊ അത്രയും സ്ഥലം വിട്ടിട്ട് വേണം ഈ ആൻസർ എഴുതാനായിട്ടാ. സ്റ്റെപ്പായിട്ടല്ല, ജസ്റ്റ് ഇങ്ങനെ എഴുതുള്ളൂ. സ്റ്റെപ്പായിട്ട് എഴുതുമ്പോൾ കുറച്ചും കൂടി ലെങ്തി ആവുള്ളൂ. അപ്പൊ നമ്മൾ ഇതൊന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടി മാത്രം. സുമയുടെ എത്രയാണ് വരുന്നത്? 5500 ആണ്. അപ്പൊ 5500-ന്റെ എത്ര 100കൾ ഉണ്ട് എന്നറിയാൻ 100 കൊണ്ട് ഇൻഡ്യൂ ചെയ്ത് 12 ആണ് വരുന്നത്, അല്ലെ? അപ്പൊ ഇൻട്രസ്റ്റ് അല്ലെങ്കിൽ പലിശ എഴുതിക്കോളൂ ഇവിടെ. പലിശ ഇസ് ഈക്വൽ ടു ഇൻട്രസ്റ്റ് എന്ന് ഇംഗ്ലീഷ് മീഡിയംകാരെ എഴുതാം. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു, ഇവിടെയും ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു അഥവാ പലിശ ഇസ് ഈക്വൽ ടു എത്രയാണ് വരുന്നത്? പൂജ്യങ്ങൾ ഒരേപോലെയുള്ളത് വെട്ടിക്കളഞ്ഞാൽ 55 × 12 എത്രയാണെന്ന് നോക്കൂ. 660 ആണോ? അല്ലെ? അപ്പൊ 660 രൂപയാണ് വന്നത്. റുപ്പീസ് 660 രൂപയാണ് വന്നത് ഇൻട്രസ്റ്റ്. ടോട്ടൽ എമൗണ്ട് ആകെ തുക എത്രയാ വരിക? അയാൾ എടുത്ത പൈസ എത്രയാണോ അതിന്റെ കൂടെ ഈ പലിശയും കൂടിയും ആഡ് ചെയ്തതാണ് നമുക്ക് വേണ്ടത്. ഇതല്ലേ വരിക? ഓക്കെ. ഇനി അടുത്ത ആൾ ഏതാണ്? രാജി. മുകളിലത്തെ മാറ്റാലോ? എഴുതി കഴിഞ്ഞില്ല, ഇവിടെ തെളിയില്ല, അതുകൊണ്ടാണ് മുകളിലത്തെ മാറ്റും കേട്ടോ. രാജിയുടെ എന്താണ് എമൗണ്ട്? ഇൻട്രസ്റ്റ് എത്രയാന്നുള്ളതാണ് നമ്മൾ എഴുതണം കേട്ടോ. ഇൻട്രസ്റ്റ് ഇസ് ഈക്വൽ ടു പലിശ ഇസ് ഈക്വൽ ടു എത്രയാ രാജി എടുത്തിരിക്കുന്നത്?
1550. അതിൽ എത്ര നൂറുകളുണ്ട് എന്നറിയാൻ 100 കൊണ്ട് ഡിവൈഡ് ചെയ്ത് എല്ലാവർക്കും 12 രൂപ തന്നെയാണ് പലിശ. അപ്പൊ 155 ഇൻറ്റു 12 നോക്കാം. ഒരു 0 വെട്ടിക്കളഞ്ഞുള്ളൂ, അടിയിൽ ഒരു 0 ഉണ്ട് കേട്ടാ. 12. 1860 ബൈ 10. അത് മറക്കരുത്, ബൈ 10 ഉണ്ട് ഓൾറെഡി, അത് ചെയ്യണം. അപ്പൊ വീണ്ടും 0 വെട്ടിക്കളഞ്ഞാൽ ₹186 എന്ന് വരും. ₹186. ടോട്ടൽ എമൗണ്ട്, ആകെ തുക, തിരിച്ചടക്കേണ്ട തുക എത്രയാന്നുള്ളതാണ് എഴുതേണ്ടത്. ടോട്ടൽ എമൗണ്ട് ഈക്വൽ ടു ആളെടുത്ത പൈസ എത്രയാണോ അതിന്റെ കൂടെ ഈ 186 എന്നുള്ള പലിശയും കൂടി ആഡ് ചെയ്യണം. എത്ര വരും? 6 1736 ആണെന്ന് തോന്നുന്നു. നോക്കൂ, ഓക്കെ, 1736 rupees. അടുത്തത് ഗോകുൽ ആൻഡ് നബീൽ നിങ്ങൾക്ക് തന്നെ ചെയ്യാലോ. അത് ഇതുപോലെ തനിയെ ചെയ്തിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് വരിക കേട്ടോ അടുത്ത ക്ലാസ്സില്. ഓക്കെ, അപ്പൊ ഇന്നത്തെ ക്ലാസ് ഞാൻ ജസ്റ്റ് ഒന്ന് ഇൻട്രൊഡക്ഷൻ ഒരു കണക്കേ ചെയ്തുള്ളൂ. ബാക്കി 2 എണ്ണം നിങ്ങൾ ഗോകുൽ ആൻഡ് നബീൽ അല്ല നിങ്ങൾ ചെയ്ത് നോക്കണം. ഓക്കെ, യെസ്. ഇന്നത്തെ ക്ലാസ് അവസാനിപ്പിക്കുന്നു. താങ്ക് യു.